ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ ചുളിവുകൾ തടയാനും ചുളിവുകൾ കൂടുതൽ വരാതിരിക്കാനും ചുളിവുകൾ വരാതെ മുഖമാണ്, നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് പോകുന്ന സ്കിന്നാണ്. അപ്പോൾ ചുളിവുകളൊന്നുമില്ലാത്ത മുഖമാണ് എങ്കിലും ഇനിയും മുന്നോട്ട് 55 വയസ്സിന് ശേഷം ഒരു നാച്ചുറൽ പ്രോസസ്സിംഗ് ആണല്ലേ നമ്മുടെ മുഖത്തെല്ലാം ചുളിവുകൾ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, കുറേ സോപ്പൊക്കെ കുളിക്കുമ്പോൾ വാരത്തേക്കും, കുറേ പൗഡർ മുഖത്തിടും, ഇത്രയേ ഉള്ളൂ, ഇത്രയേ നമുക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ആണെങ്കിൽ ഒരു 55 ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് ചുളിവുകൾ കഴുത്തേലും ചുണ്ടിന് ചുറ്റും കണ്ണിന് താഴെ ഒക്കെ നമുക്ക് ചുളിവുകൾ ഓടി വരും കേട്ടോ. അപ്പോൾ ഒരു 55 വയസ്സായി, മുഖത്തിന് വലിയ ചുളിവുകളൊന്നുമില്ല, മുഖം നല്ല കെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മുന്നോട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല സുന്ദരമായും ആൻറ്റി ഏജിങ് ഒക്കെ തടഞ്ഞ് നമുക്ക് കൊളാജൻ പ്രവർത്തനമൊക്കെ ശകലം കൂട്ടി നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പോൾ ഒരു 55, 60, 65, 70, 75, 80, 85 വയസ്സായവർ വരെ എൻ്റെ ഓയിൽ വാങ്ങിക്കുന്നവരുണ്ട് ഇതിനകത്ത്. പക്ഷേ ചിലരുടെ ആ ഐഡിയയിലുള്ള ഫോട്ടോ കണ്ടാലുണ്ടല്ലോ ഒരു 40 വയസ്സ് പോലും പറയത്തില്ല കേട്ടോ. സത്യം, ഞാൻ പലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, മോളെ എനിക്ക് 75 വയസ്സായി കേട്ടോ, മോളെ എനിക്ക് 72 വയസ്സായി കേട്ടോ. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുടെ ആ ഫോട്ടോ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ നല്ല 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 ചുറുചുറുക്കായിട്ടും നല്ല എന്താ പറഞ്ഞാൽ അത്രയും പ്രായമൊന്നും തോന്നിക്കാതെ ഒരു ഫേസ് കേട്ടോ. അതുകൊണ്ടാണല്ലോ എൻ്റെ ഓയിലിന് വേണ്ടി ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു മനസ്സും അങ്ങനെ ഒരു ഫേസും ഉള്ളവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മുടെ സൗന്ദര്യം നോക്കുകയും നമ്മുടെ ഏജിനെ കൂട്ടാതെ നോക്കുകയും നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മുടെ സ്കിന്നും നമ്മുടെ ഫേസും രണ്ട് സ്കിന്നാണ് കേട്ടോ. നമ്മുടെ ഫേസിലെ സ്കിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറഞ്ഞാൽ ഹാർഡല്ല. നമ്മുടെ കൈ കാലൊക്കെ നമുക്ക് കുറച്ച് ഇതായിട്ട് വരും നമ്മുടെ സ്കിന്നെന്ന് പറയും. അപ്പം നമ്മുടെ ദേഹത്ത് തേക്കാൻ സാധാരണ നമ്മൾ സോപ്പ് വാങ്ങിക്കുമല്ലോ കടകളിൽ നിന്നൊക്കെ. ഏത് സോപ്പായാലും കുട്ടികളെ തേപ്പിക്കുന്ന സോപ്പൊന്നും ആരും വലിയവരൊന്നും തേക്കാൻ മുതിരില്ല. കാരണം നമുക്ക് കടയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് വാങ്ങിക്കും, നല്ല മണമുള്ള സോപ്പ്, ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷേ നമ്മൾ ദേഹത്ത് തേക്കുന്ന സോപ്പ് ഒരിക്കലും നമ്മുടെ മുഖത്ത് പതച്ച് തേച്ച് കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒന്നും വാരിയിടില്ല, എന്നാലും നമ്മൾ എപ്പോഴും ചിലരുണ്ട് പൗഡർ ഇങ്ങനെ എപ്പോഴും ദിവസം ഒരു പ്രാവശ്യം ഒന്നും ഇട്ട് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എപ്പോഴും പൗഡറൊക്കെ മുഖത്ത് ഇങ്ങനെ വാരി തേച്ചുകൊണ്ട് നടക്കുന്നവർ. മൂന്നാമത്തെ കാര്യം, ഒന്നും നോക്കാതെ കുറേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ സോപ്പും കുറേ പൗഡറും മാത്രം മുഖത്തിട്ടുകൊണ്ട് മുഖം ഒന്നും അതിനെപ്പറ്റി അറിയില്ലാതെ ജീവിക്കുന്നവരുടെയൊക്കെ ആ ഒരു ഫേസ് പെട്ടെന്ന് തന്നെ പ്രായം ചെല്ലും, പെട്ടെന്ന് തന്നെ ചുളിവുകൾ വീഴും, പിന്നെ ഒരു ശ്രദ്ധയില്ലാതെയൊക്കെ. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു 55 വയസ്സിന് ശേഷവും നിങ്ങളുടെ ചുളിവുകളെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താം. നിങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ നമ്മുടെ അസുഖങ്ങളൊന്നും വരാതെ നോക്കണം. നമ്മൾ ഈ ഒരു 50-55 വയസ്സിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ, നമ്മൾ മുൻപൊക്കെ എങ്ങനെ ആയിരുന്നു, നമ്മുടെ മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, മക്കളുടെ പഠിത്തം, അതിലൊക്കെ എല്ലാവരും നമ്മുടെ പൂർണ്ണ ശ്രദ്ധ അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കതെല്ലാം വിട്ട് നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ജോലിയായി, നമ്മുടെ മക്കളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വളർന്ന് വലുതായി, ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യം നമ്മളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു രീതി നമ്മളൊന്ന് പോയി നോക്കിക്കേ. നമുക്ക് എഴുന്നേറ്റ് വരുമ്പം മുതൽ, അതായത് രാവിലെ എഴുന്നേറ്റ് വരുമ്പം മുതലുള്ള കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അതുപോലെ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? ഇനിയെങ്കിലും അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനിയെങ്കിലും മുന്നോട്ട് അതുപോലെ ശ്രദ്ധിച്ചൊരു ജീവിതം ഒന്ന് കൊടുത്തേ. നമ്മൾ ലേഡീസിനെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കാരും നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ മക്കൾ പറയുമായിരിക്കും, ഹസ്ബൻഡോ അല്ലെ നമ്മുടെ വീട്ടുകാരോ, അങ്ങനെ ആരും നമുക്ക് പറഞ്ഞില്ല അങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ ആരും നമുക്ക് പറഞ്ഞു തരില്ല. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് എഴുന്നേറ്റ് വന്നാൽ ഉടൻ കുറേ സോപ്പ് എടുത്ത് പതച്ച് മുഖത്തോട്ട് തേക്കുന്ന സ്വഭാവമുള്ള എത്ര പേരുണ്ട്? ഇന്നേ നിർത്തിക്കോണം. അതല്ല, ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഇങ്ങനെ ഇതാണ്ട് കൊച്ചുമക്കളുടെ ഒക്കെ ഫേസ് വാഷ് ഇരിപ്പുണ്ട് ഇവിടെ വാഷ് ബേസിനിൽ, അല്ലെങ്കിൽ മക്കൾ തേക്കുന്ന ഫേസ് വാഷ് ഇരിപ്പുണ്ട്, അവരൊക്കെ തേച്ചോട്ടെ, അവരൊക്കെ ചെറുപ്പമാണ്. ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലുമൊക്കെ തേക്കട്ടെ. ഒരു 55 വയസ്സിന് ശേഷം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് സാധനങ്ങളാണ് സോപ്പ്, ഫേസ് വാഷ്. സോപ്പിന് പകരമായിട്ട് എന്താണ് തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ നല്ല പോലെ മുഖം അങ്ങ് കഴുകുക. തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കണ്ണിലേക്കാണേലും ഫേസിലോട്ടാണേലും നല്ലതുപോലെ മുഖം അങ്ങ് കഴുകണം. കഴുകിയതിന് ശേഷം അത് ഒരു ടവലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ
ഇങ്ങനെ ഒന്ന് വെറുതെ ഒപ്പുക. പിന്നെ ബാക്കിയിരിക്കുന്ന വെള്ളം അവിടെ തന്നെ ഇരുന്ന് വലിഞ്ഞു പോട്ടെ. അല്ലാതെ ഹാർഡായിട്ട് ടൗവലെടുത്ത് ഇങ്ങനെ അമർത്തി തിരുമ്മി തൂക്കരുത്. അതൊന്നാമത്തെ ചുളിവ് വരാൻ സാധ്യതയാണ്. ഒന്നാമത്തെ ഇങ്ങനെ നമ്മൾ 55-60 വയസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 55 വയസ്സ് അതിനു മുന്നേ നിങ്ങൾ ഈ ശ്രമം തുടങ്ങിയാൽ നിങ്ങളുടെ മുഖം നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. ഒരു 55 വയസ്സായാൽ ഉള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിന് മുന്നേ ഈ കാര്യങ്ങൾ തുടരാൻ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുഖത്ത് വലിയ ടവല് ഇങ്ങനെ ഇട്ടുകൊണ്ട് അമർത്തി തുടയ്ക്കരുത്. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ ഒരു ചെറിയ മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലില്ല, എൻ്റെ ഓയിലുണ്ടെന്ന് വെച്ചു, ഒരു 2-3 തുള്ളി എടുക്കുക. നല്ലതുപോലെ ഒന്നൊരു മസാജ് ചെയ്ത് വിടുക. ഒരു മസാജ് ചെയ്യുക. അപ്പം രാവിലെ ആകട്ടോ, ഒരു വെറുതെ ഒരു വലിയ കട്ടിയുള്ള മസാജ് ഒന്നും ചെയ്യണ്ട. കഴുത്തെ കുറച്ച് തേക്കുക. മുഖത്ത് നന്നായിട്ട് കണ്ണടയൊക്കെ വെക്കാൻ തുടങ്ങി കാണുമല്ലോ. അപ്പോൾ കണ്ണട വെക്കുന്ന ഈ ഒരു ഭാഗത്ത് മൂക്കിൻ്റെ ഇവിടെ ഈ കറുപ്പൊക്കെ ഒന്ന് മാറാൻ, ഡ്രൈനെസ് മാറാൻ എൻ്റെ ഓയിൽ, അതായത് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ, എൻ്റെ ഓയിലിനെ പറ്റി എല്ലാവർക്കും അറിയാം. കരിമംഗല്യം മാറാൻ കൊച്ചു പിച്ചടക്കം 85 വയസ്സായവരെ തേക്കുന്ന ഓയിലാണ്. ഒരു ഹെർബൽ ഓയിലാണ്. തേങ്ങാവെന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലും 12 ആയുർവേദിക് പ്രോഡക്ട്സും ഇട്ട് നാച്ചുറൽ ആയിട്ടുള്ള എണ്ണയാണ്. 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒരു കെമിക്കലും അടങ്ങാത്ത നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് എൻ്റെ. അപ്പോൾ ഒരു 2-3 തുള്ളി ഒരു 50 വയസ്സിനോട്, അതായത് ന്യൂ ബോൺ ബേബീസിനെ തേക്കാമോ ചോദിച്ച് കുറേ മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ ഓയിൽ ഒരുപാട് കുഞ്ഞു പിള്ളേരെ തേപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു 2-3 ചേച്ചിമാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ മെസ്സേജ് കൊണ്ട് ഇട്ട് തരാം കേട്ടോ. അതായത് അവർ പറയുന്നത് ഇച്ചിരി ഡ്രൈ ആയിട്ടിരുന്ന കുട്ടിയായിരുന്നു, ജനിച്ചപ്പോൾ ഡ്രൈ ആയിട്ടും കറുപ്പും ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ചുബയുടെ ഓയിൽ 4 മാസം തേച്ചപ്പോഴത്തേനും സുന്ദരി കുട്ടിയായി, നല്ല ഗ്ലോ ഉള്ള സ്കിന്ന് വന്ന് നല്ല കളർ വന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളുണ്ട്. ഞാൻ വാട്സപ്പിൽ വോയിസ് മെസ്സേജുകളുണ്ട്, ഞാൻ എടുത്ത് തരാം കേട്ടോ, സമയം ഉണ്ടാകട്ടെ. അപ്പോൾ പിന്നെ 85 വയസ്സായവരെ നമ്മുടെ ഓയിലിന് അപ്പം 2-3 തുള്ളി ഓയിലെടുത്ത് വലിയ മസാജൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് കഴുത്തേലും കയ്യേലും, പ്രത്യേകിച്ച് കയ്യെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യണം കേട്ടോ. കയ്യിലൊക്കെ മസാജ് ചെയ്ത് നമ്മൾ അത് ഒരു 10 മിനിറ്റ് മസാജ് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ ഇരുന്നോട്ടെ. 1 മണിക്കൂർ നേരം നമ്മുടെ ഓയിൽ അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോലികളിലേക്ക് പോകാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിന് ശേഷം പയറുപൊടി എന്ന് പറഞ്ഞാൽ ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറുപൊടി, ഓയിലി സ്കിന്നുകാർ കടലമാവ്, അങ്ങനെ എടുത്ത് വേണം കഴുകാനായിട്ട്. അല്ലാതെ ഈ പയറുപൊടി എന്ന് പറയുമ്പോൾ പയറിൻ്റെ തരിയൊന്നും ഒരുപാട് കിടക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തരി ഇട്ട് ഇങ്ങനെ ഒരു സ്ക്രബ് ചെയ്യുന്ന പല ഭാഗം, ഒരുപാട് സ്ക്രബിങ് നമ്മുടെ ഫേസിലേക്ക് ഒരു 55 വയസ്സിന് ശേഷം വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് മൈൽഡായിട്ട് നല്ല പൊടിഞ്ഞ ആ പയറുപൊടി എടുത്ത് വെറുതെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ കൂടെ നമുക്ക് കുളിക്കാമല്ലോ. ആ സമയത്ത് നമുക്ക് കുളിക്കാം. അപ്പം താഴേക്കൊക്കെ സോപ്പ് തേക്കാം, മുഖത്ത് സോപ്പ് തേക്കരുത്. മുഖം നല്ലപോലെ വീണ്ടും കഴുകി നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മാമാർത്തിൻ്റെ മോയ്സ്ചറൈസറൊക്കെ നല്ലതാകട്ടോ. ഞാനത് ഇവിടെ ടാഗ് ചെയ്തേക്കാം. അതിൻ്റെ 1-2 തുള്ളി ഒരു ഡ്രോപ്പ് എടുത്താലും കുഴപ്പമില്ല. നല്ലതുപോലെ നമ്മൾ വിരലയിലൊന്ന് തേച്ചിട്ട് നമ്മുടെ മുഖത്ത് ഫേസിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്, വെയിലത്തോട്ടൊക്കെ പോകുന്നുണ്ട്, ജോലിക്കൊക്കെ പോകണം, നമുക്ക് എന്തെവിടെയെങ്കിലുമൊക്കെ പോകണം. 55 വയസ്സെന്ന് പറയുന്നത് ഒരു പ്രായമല്ല കേട്ടോ. വീട്ടിൽ കുത്തിരിക്കേണ്ട സമയമൊന്നുമല്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രായമാണ് കേട്ടോ. അല്ലാതെ 55 എന്നെക്കൊണ്ട് ഇനി എന്തിനു കൊള്ളാം, ലൈറ്റ് കളറുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പൊട്ടൊക്കെ ചെറുതായിട്ട് കുത്തി കണ്ണൊന്നും എഴുതാതെ ഒരു മേക്കപ്പ് ഒന്നും ചെയ്യാതെ, ഒരു ഡൈ ഒന്നും ചെയ്യാതെ, ഡൈക്ക് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ മുടി കറുപ്പിക്കാനുള്ള ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാ നമ്മൾ നല്ല സുന്ദരിയായിട്ട് നടക്കുക. നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരിതുമല്ല കേട്ടോ. നമ്മൾ നല്ല ജഗാന്ന് നിൽക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുക, നമ്മുടെ സ്കിന്നിനെ ആക്റ്റീവായിട്ട് വെക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒരു ശകലം സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കുക കേട്ടോ മുഖത്ത്. വെളിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ വേണ്ട. പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വൈകുന്നേരമൊക്കെ വന്നതിന് ശേഷം വീണ്ടും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഫേസ് വാഷോ സോപ്പോ മുഖത്തിട്ട് ഉരച്ച് തേച്ച് കഴുകാതിരിക്കുക. വീണ്ടും നമുക്ക് വൈകുന്നേരം വലിയ ഇതൊന്നും മുഖത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുഖത്തിന് ഒരുപാട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുഖത്ത് ചുളിവുകളായിട്ടും ഫൈലൈനായി കണ്ണിൻ്റെ താഴെയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് ഉറക്കളച്ച് നോക്കിക്ക്. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ അങ്ങോട്ട് കുഴിയും കേട്ടോ. കുഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓയിലിൻ്റെ അഡ്രസ്സൊക്കെ എഴുതാൻ 12-12:30 വരെയൊക്കെ ഇരിക്കുവേ. ആ ഒരു ടൈമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഉറക്കം ആവശ്യമാണ്. ഇഷ്ടം പോലെ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചോണം അങ്ങോട്ട്. ഇഷ്ടം പോലെ വെള്ളം വേണ്ട
എങ്കിലും വെള്ളം കുടിച്ചോണം. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതിരിക്കുക. നമ്മുടെ സ്കിന്നിനെ കെമിക്കൽ അടങ്ങിയ സോപ്പുകളും അതും ഇതുമൊക്കെ തേച്ച് ഡ്രൈ ആക്കാതിരിക്കുക. കെമിക്കൽ അടങ്ങിയ ഫെയർനെസ് ക്രീമുകളും എല്ലാം അവോയ്ഡ് ചെയ്യുക ഈ ഒരു സമയത്ത്. അങ്ങനെയൊക്കെ നോക്കിക്കേ നമ്മുടെ സ്കിന്നിന് നല്ല പൊതുജീവൻ നൽകി നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊന്നും വീഴാതെ നമ്മുടെ സ്കിന്നെ നല്ല ഭംഗിയാക്കി വെക്കാൻ നമുക്ക് പറ്റും. അപ്പം എല്ലാവരും എന്നെ കേൾക്കുന്ന ഇന്ന് മുതൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. നമുക്ക് കുറേ ആൾക്കാരില്ലേ, നമുക്ക് നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുവാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബൈ.